ഈസി ടു മേക്ക്, ഈസി ടു ഈറ്റ്. ബാച്ചേഴ്സ് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ കറി ആയാലോ? ഓക്കെ ആവാലോ. നമ്മൾ കുക്ക് ചെയ്യാനുള്ള പാനിലോട്ടാണ് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യുന്നത്. ഒരു 300 ഗ്രാം ചിക്കൻ ഞാൻ എടുത്തിരിക്കുന്നുണ്ട്. അതിലേക്ക് ചതച്ച ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചിയാണ്, 5 വെളുത്തുള്ളി, 5 ചെറിയ ഉള്ളിയും കൂടി ഇടാം. അതിലോട്ട് ഒരു സവാള അരിഞ്ഞതും നമുക്ക് ആഡ് ചെയ്യാം. വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാനതിലേക്ക് യൂസ് ചെയ്യുന്നുള്ളൂ. നല്ലൊരു ചിക്കൻ പെരട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിലോട്ട് 3 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഞാനൊരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതിലിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, ഞാനൊരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ആണ് കണക്കാക്കിയിടുന്നത്. അതിൻ്റെ ഒരു എരിവ് ഒന്ന് കുത്തലൊക്കെ മാറാൻ വേണ്ടിയിട്ടോ ഒരു പച്ചച്ചോയൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. കാരണം എണ്ണയിലിട്ട് വഴട്ടല്ലല്ലോ. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇതിന് മെയിൻ ഘടകം എന്ന് വെച്ചാൽ കൈ കൊണ്ട് കുഴക്കുകയാണ് വേണ്ടത്. ശേഷം നമുക്ക് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 10 മിനിറ്റ് സ്ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തള വരുമ്പോൾ നമുക്ക് കുറച്ച് തൈര് ആഡ് ചെയ്യാം. ഈ തൈര് ഇടുന്നത് പച്ച കുത്തലൊക്കെ മാറാനും പുളിക്കും വേണ്ടിയിട്ടാണ്. ഓപ്ഷനാണ്, നിങ്ങൾക്ക് ചെറുനാരങ്ങ വേണമെങ്കിൽ ആക്കാം, അല്ലെങ്കിൽ വിനാഗിരി ആക്കാം. അപ്പോൾ ഇതിട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ശേഷം ലാസ്റ്റ് നമുക്ക് എടുക്കാൻ നേരത്ത് നമുക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മല്ലിയിലയും കരിവേപ്പിലയും എടുത്ത് തൂകാം. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളി ചിക്കൻ പെരട്ട് റെഡിയാണ്. ഇത് നമുക്ക് സൈഡ് ഡിഷായിട്ടോ മെയിൻ ഡിഷായിട്ടോ ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. ചൂട് ചോറിനാണെങ്കിൽ അടിപൊളിയാണ്. നിങ്ങൾക്ക് വെള്ളപ്പത്തിനോ അല്ലെങ്കിൽ പൊറോട്ടയ്ക്കോ ചപ്പാത്തിക്കോ എന്തിനു വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ, ടേക്ക് കെയർ.